ഹലോ അർജുൻ, ഇനി ക്യാബിനിലോട്ട് വന്നേ. എന്താടാ, ജിയ ചെയ്ത ഫയൽസിന്റെ ബാക്കി നീ ചെയ്യണം. ഓക്കെ? ഓക്കേടാ. മോളെ, മോൾക്ക് വിശേഷമുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസം ഇവിടെ അങ്ങ് നിൽക്കാമെന്ന് തീരുമാനിച്ചു. അതൊന്നും വേണ്ട അമ്മ, പപ്പ ഒറ്റയ്ക്കല്ലേ ഇവിടെ, അമ്മ പൊക്കോ. ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ മോളുടെ കാര്യങ്ങളൊക്കെ നോക്കാമല്ലോ. അതിനിവിടെ സീത ചേച്ചി ഉണ്ടല്ലോ, പിന്നെ അമ്മയും കൂടെ ഇല്ലേ പപ്പയ്ക്ക് ബുദ്ധിമുട്ടല്ലേ. പപ്പയ്ക്ക് ഇനി മുതൽ ചെന്നൈയിലാ പോസ്റ്റിങ്, അതുകൊണ്ടാ അമ്മ പറഞ്ഞത്. ആണോ അമ്മ? എന്നാ അമ്മ വാ, ഞാൻ പപ്പ ഒറ്റയ്ക്കാകുമല്ലോ എന്നോർത്താ പറഞ്ഞത്. മോളെ, ടീന കുഞ്ഞെ, അമ്മമ്മയുടെ ചക്കരെ. ജിയ മോളെ, മോൾ ഇനി മുതൽ മുകളിലത്തെ റൂമിൽ കിടക്കണ്ട, താഴെ റൂമിൽ കിടന്നാ മതി. ഈ സ്റ്റെപ്പ് കയറുന്നത് നല്ലതല്ല. പിന്നെ ടീമോന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ റൂമിൽ കൊണ്ടു കൊടുത്തോളാം. റൂമിലോ? അപ്പോ ഇച്ചായൻ താഴത്തെ റൂമിൽ അല്ലേ? ടീ മുകളിൽ തന്നെ കിടന്നോട്ടെ, മോള് മാത്രം മാറിയാ പോരെ. മോളുടെ കൂടെ ഞാൻ കിടക്കാം രാത്രി, എന്തെങ്കിലും ആവശ്യം വന്നാലോ. അതമ്മ, ഡോക്ടർ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, സ്റ്റെപ്പൊന്നും കയറില്ലെന്നാ പറഞ്ഞത്, അതാ ഞാൻ പറഞ്ഞത്. ആന്റി പോയില്ലായിരുന്നോ? ഇല്ല മോനെ, ഞാനിനി മോളുടെ ഡെലിവറി കഴിയുന്നത് വരെ ഇവിടെ നിൽക്കാമെന്ന് തീരുമാനിച്ചു. നല്ല കാര്യം ആന്റി. ജിയ എവിടെ? അവൾ ബാത്റൂമില. ഇച്ചായ വന്നോ? ഫ്രഷായി വാ, ഞാൻ കോഫി എടുക്കാം. മോൾ വേണ്ട, ഞാൻ ഇട്ട് കൊടുക്കാം കോഫി, മോൾ അവിടെ ഇരിക്കെ. മോനെ ചെല്ല്, ഫ്രഷാക്. ശരി ആന്റി. അമ്മ, ഇച്ചായനുള്ള കോഫി റെഡിയായോ? ആയി മോളെ. ഇനിതാ അമ്മ, ഞാൻ കൊണ്ടു കൊടുക്കാം. വേണ്ട, ഈ സ്റ്റെപ്പ് മൊത്തം നീ കയറണ്ട, ഞാൻ കൊണ്ടു കൊടുത്തോളാം. അത് ദാ മോൾക്ക് പാല്. എനിക്ക് വേണ്ടമ്മ, ഞാൻ ഛർദ്ദിക്കും. എന്നാൽ കുറച്ച് കഴിഞ്ഞ് കുടിക്ക്, ഞാനിത് ടേക്ക് കൊടുത്തിട്ട് വരാം. ജിയയെ കണ്ടതേ ഇല്ലല്ലോ വന്നിട്ട്. ജിയ മോളെ, ദാ മോളെ, ക്യാരറ്റ് ഹൽവ ഞാൻ ഉണ്ടാക്കിയതാ, ഇത് കഴിക്കേ. അവളോടൊന്ന് സംസാരിക്കാമെന്ന് വെച്ച് തന്നതാ, അതും പോയി. എനിക്ക് വേണ്ടമ്മ, കണ്ടിട്ട് മനം പുരട്ടുന്നു. ജിയ, എന്താ വോമിറ്റിംഗ് മാറിയില്ലേ? അത് ഇല്ല ചായ, ഇല്ല മോനെ, അതങ്ങ് റെഡി ആയിക്കോളും. ഞാനൊന്ന് നടക്കട്ടെ, കുറെ നേരമായി ഇരിക്കുന്നു. താൻ വാ, ഞാൻ വരാം കൂടെ. വേണ്ട മോനെ, ഞാൻ മോളുടെ കൂടെ പൊക്കോളാം. മോൻ പോയി കിടന്നോ? മോളെ വാ, കിടക്കാം. എന്താ ആന്റി ജിയയെ ആ റൂമിലോട്ട് കൊണ്ടുപോകുന്നേ? ഞങ്ങളുടെ റൂം മുകളിലല്ലേ? മോനെ, ക്യാരിങ് ആയിരിക്കുമ്പോൾ ഇങ്ങനെ സ്റ്റെപ്പ് കയറാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് മോൾ ഇനി മുതൽ ഈ റൂമിലാണ് കിടക്കുന്നത്. പിന്നെ കൂട്ടിന് ഞാനും ഉണ്ട്, മോൻ പേടിക്കണ്ട. ശരി, മോൻ പൊക്കോ, ഗുഡ് നൈറ്റ്. അത് അവളോട് വന്നിട്ടൊന്നും മിണ്ടാൻ പോലും പറ്റിയില്ല. മോനെ, ഇതാ കോഫി. ജിയ എവിടെ ആന്റി? മോള് ഫ്രഷ് ആകുക. ഓക്കെ. മോനെ, ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, ഓഫീസിൽ പോകേണ്ടതല്ലേ മോനെ. ശരി ആന്റി. മോളെ, എന്റെ പാവക്കുട്ടി, എന്തിനാ മോള് കരയുന്നേ? എന്ത് വേണം? ഇതാ നോക്കിയേ. മോനെ, കുഞ്ഞിനെങ്ങിതാ, കുഞ്ഞിന് കുറുക്ക് കൊടുക്കട്ടെ, അവൾക്ക് വിശന്നിട്ടാവും. ആന്റി കുഞ്ഞിന് കുറുക്ക് കൊടുക്ക. ശരി ശരി മോനെ. ഇച്ചേ, ഫ്രഷായോ?
ആയി. എന്താ ചായ? ഇന്നലെ ഞാൻ എങ്ങനെ കിടന്നുറങ്ങിയെന്ന് എനിക്കറിയാം. നീ ഇല്ലാതെ എനിക്ക് പറ്റുന്നില്ലടി. അതിന് ഞാനിവിടെ തന്നെ ഉണ്ടല്ലോ. നീ എൻ്റെ റൂമിൽ ഒന്ന് കിടക്കുക ചെയ്യാം പ്ലീസ്. അതിപ്പോ എങ്ങനെ ചായ? അമ്മ പറഞ്ഞത് കേട്ടല്ലേ? ജിയ പ്ലീസ്, നിന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാതെ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലടി. ഇതെന്നെ കൊച്ചു പിള്ളേരെ പോലെ. ഡി, നമ്മുടെ മോളെങ്കിലും ഒന്ന് എൻ്റെ കൂടെ കിടത്ത്. അതിനവള് ഇച്ചാന്റെ കൂടെ കിടക്കുമോ? ഇടയ്ക്ക് പാല് ചോദിച്ചാ എന്ത് ചെയ്യും? അപ്പോൾ ഞാൻ നിന്റെ അടുത്ത് കൊണ്ടുവരാം. അതൊന്നും വേണ്ട. തൽക്കാലം ഇച്ചാൻ അവിടെ കിടക്കാൻ. എന്തായാലും 7 മാസം കൂടുതൽ ക്ഷമിക്കേ. 7 മാസമോ? എൻ്റെ ദൈവമേ. സഹിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ നേരത്തെ ഓർക്കണമായിരുന്നു. മതി മതി, ഇനി അതൊന്നും പറയണ്ട. അല്ല, ഈ ഡോർ ലോക്ക് ചെയ്തതിന്റെ ഉദ്ദേശം എന്തായിരുന്നു? അത് നമ്മൾ സംസാരിക്കുന്ന ആരും കേൾക്കാതിരിക്കാൻ. ഓഹോ. പിന്നെ എനിക്കൊരു കാര്യം കൂടെ വേണമായിരുന്നു. എന്താ വേണ്ടത്? എനിക്ക് തരാൻ പറ്റുന്ന വല്ലതുമാണോ? നിനക്കേ അത് തരാൻ പറ്റും എനിക്ക്. വേണ്ടാത്തതൊന്നും ചിന്തിക്കില്ല. ഓർമ്മയുണ്ടല്ലോ, നിങ്ങളുടെ കുഞ്ഞ് എൻ്റെ വയറ്റിലുണ്ട്. നീ എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നത്? അതിന് ഞാനൊന്നും ചെയ്യാൻ പോകുന്നില്ല. ആണോ? അതെ, ഈ കവളിൽ മാത്രം ഒരു കിസ് ചെയ്തിട്ട് ഞാൻ പൊക്കോളാം. എനിക്കത് അങ്ങോട്ട് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഉണ്ടോ? എന്നാ വിശ്വസിക്കണ്ട, വാട്ടെ. എന്റെ പെണ്ണെ, നിന്നെ ഇങ്ങനെ ഒന്ന് ചേർത്ത് പിടിക്കാൻ പറ്റാത്തതിന്റെ വിഷമം ഇന്നലെ ഞാൻ അനുഭവിച്ചു. അമ്മ വരുന്നതിന് മുന്നേ ഒന്ന് പോയി ചായ, ഒന്ന് പെട്ടെന്ന്. പിന്നെ കിട്ടിയില്ല പറ്റിയില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഓ ആയിക്കോട്ടെ. ജിയ, ഞാനൊന്ന് ഓഫീസിൽ പോവാം. ശരി ചായ. മോനിതിപ്പോ റൂമിൽ പോയി. അത് പിന്നെ മോളെ, പപ്പ പോയിട്ട് വരാട്ടോ.